എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർമഠം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ ഈ മണ്ഡലകാലത്ത് ചെയ്യുന്ന ഒരു വ്രതം പോലെ അവരനുഷ്ഠിക്കുന്ന ഒരു മഹത്കർമ്മമാണ് ശ്രീമദ് ഭാഗവത മാഹാത്മ്യ പാരായണം. മണ്ഡലകാലം മുഴുവൻ 41 ദിവസം കൊണ്ട് കുട്ടികൾ 500 ശ്ലോകം ചൊല്ലി അതിൻ്റെ ചെറുതായിട്ടുള്ള സാരവും അവർ പറയുകയാണ്. ഇതിൻ്റെ വലിയ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗവതത്തെ എല്ലാവരും അറിയണം. അപ്പോൾ അതിൻ്റെ മാഹാത്മ്യം എന്താണ് എന്നറിഞ്ഞാലേ ഏത് കാര്യത്തിലും അവനവൻ്റെ മനസ്സിലൊരു പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുകയുള്ളൂ. അപ്പോൾ കുട്ടികൾ തന്നെ ഭാഗവതത്തിന്റെ മാഹാത്മ്യം എത്രത്തോളമാണ് എന്ന് അവർ സ്വയം അറിയുകയും അവരുടെ എല്ലാ ഗൃഹങ്ങളിൽ ഇത് മനസ്സിലാക്കുകയും മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുക ഒരു വലിയൊരു സത്കർമ്മമാണ്. അതിനാണ് കുട്ടികൾ പുറപ്പെട്ടിരിക്കുന്നത്. ഭഗവാൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 6ാം ദിവസമാണ്. ഇന്നത്തെ പാരായണത്തോട് കൂടിയിട്ട് 1ാമത്തെ അധ്യായം ഇവിടെ തീരും. ഇന്ന് 63 മുതലുള്ള 63 മുതൽ 80 വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്യുന്നത്. അതിനെ കുറിച്ച് ചെറിയൊരു പ്രഭാഷണവും നടത്തും. ദേവിക ജെ ആണ് ഇന്ന് പാരായണവും പ്രഭാഷണവും നടത്തുന്നത്. അതിനുശേഷം കല്യാണി PK ജ്ഞാനപ്പാനയും ഏകശ്ലോക ഭാഗവതവും ഒക്കെ ചൊല്ലും. 2 കുട്ടികളും വളരെ റെഗുലറായിട്ട് സ്വാമിയാർമഠത്തിന്റെ അഭിമാനമായ കുട്ടികളാണ്. 2 പേരെയും ഏറ്റവും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ദേവികയെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദയാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോചിതകൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈ
വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തിയം സാമഗാഃ ധ്യാനാവസ്ഥിതഗദേന മനസാ പശ്യന്തിയം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭു നിർമായശേദേ യദമൂഷു പൂരുഷ പുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃശിഷ്ട ഭഗവാൻ വചാംസി മേ. കരുണാപരേണ ഹരിണാപ്യധർമ്മ കഥമീക്ഷ്യത്തെ ഇമം മേ സംശയം സിന്ധി ത്വദ്വാചാ സുഖിതാസ്മ്യഹം. നാരദ ഉവാച യദി പൃഷ്ടസ്ത്വയാ ബാലേ പ്രേമത ശ്രവണം കുരു സർവം വക്ഷ്യാമി തേ ഭദ്രേ കശ്മലം തേ ഗമിഷ്യതി. യദാ മുകുന്ദോ ഭഗവാൻ ക്ഷ്മാം ത്യക്ത്വാ സ്വപദം ഗതഃ തദ്ദിനാത് കലിരായാത സർവസാധനബാധകഃ. ദൃഷ്ടോ ദിഗ്വിജയൈരാജ്ഞാ ദീനവത്സരണം ഗതഃ ന മയാ മാരണീയോയം സാരംഗൈവ സാരഭുക്. യത്ഫലം നാസ്തി തപസാ ന യോഗേന സമാധിനാ തത്ഫലം ലഭത്തെ സമ്യക് കലൗ കേശവ കീർത്തനാത്. ഏകാകാരം കലിം ദൃഷ്ട്വാ സാരവത്സാരനീരസം വിഷ്ണുരാതസ്ഥാപിതവാൻ കലിജാനാം സുഖായ ച. കുകർമാചരണാത്സാര സർവതോ നിർഗതോധുനാ പദാർത്ഥാ സംസ്ഥിതാ ഭൂമൗ ബീജഹീനാസ്തുഷായഥാ. വിപ്രൈർഭാഗവതീ വാർത്താ ഗേഹേ ഗേഹേ ജനേ ജനേ കാരിതാ കണലോഭേന കഥാസാരസ്തതോ ഗതഃ. അത്യുഗ്രഭൂരി കർമാണോ നാസ്തികാരൗരവാ ജനാ തേപി തിഷ്ഠന്തി തീർത്ഥേഷു തീർത്ഥസാരസ്തതോ ഗതഃ. കാമക്രോധമഹാലോഭ തൃഷ്ണാ വ്യാകുലചേതസാ തേപി തിഷ്ഠന്തി തപസി തപസ്സാരസ്തതോ ഗതഃ. മനസശ്ചാചയാ ലോഭാത് ദംഭാത് പാഗണ്ഡ സംശ്രയാത് ശാസ്ത്രാനഭ്യസനാ ചൈവ ധ്യാനയോഗഫലം ഗതം. പണ്ഡിതാസ്തു കളത്രേണ രമന്തെ മഹിഷാ ഇവ പുത്രസ്യോത്പാദനേ ദക്ഷ അദക്ഷാ മുക്തി സാധനെ. നാഹി വൈഷ്ണവതാ കുത്ര സമ്പ്രദായ പുരസ്സര ഏവം പ്രളയതാം പ്രാപ്തോ വസ്തു സാരസ്ഥലേ സ്ഥലേ. അയം തു യുഗധർമ്മോ ഹി വർത്തത്തെ കസ്യ ദൂഷണം അതസ്തു പുണ്ഡരീകാക്ഷ സഹതേ നികടേ സ്ഥിതഃ. സൂത ഉവാച ഇതി തദ്വചനം ശ്രുത്വാ വിസ്മയം പരമം ഗതാ ഭക്തിരുചേ വചോ ഭൂയ ശ്രൂയതാം തച്ഛശൗനകാ. ഭക്തിരുവാച സുരർഷേ ത്വം ഹി ധന്യോസി മദ്ഭാഗ്യേന സമാഗതഃ സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം. ജയതി ജഗതി മായാം യസ്യ കായാഥവസ്തേ വചനരചനമേകം കേവലം ചാഗലയ്യ. ധ്രുവപദമപി യാതോ യത്കൃപാതോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി. ഇതി ശ്രീപത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ്ഭാഗവത മാഹാത്മ്യേ ഭക്തിനാരദ സമാഗമോ നാമ പ്രഥമോധ്യായഃ. നന്നായിട്ട് ചൊല്ലി നീ അതിന്റെ സാരവും കൂടെ ചെറുതായിട്ടൊന്ന് പറയും. ദയാപരായണനായ ശ്രീഹരിയും കൂടെ അധർമ്മിയായ കലിയെ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്ങനെ? എന്റെ ഈ സംശയം നീക്കിയാലും
വീണ്ടും നാരദർ തുടർന്നു. ഹേ ബാലെ, നീ പ്രേമപൂർവം ചോദിച്ചതിനാൽ നിന്നോട് സർവസംഗതികളും പറയാം. ശ്രദ്ധയോടെ കേട്ടോളൂ. ഹേ ഭദ്രേ, നിന്റെ മനോമൗഢ്യം ഇത് കേൾക്കുന്നത് കൊണ്ട് തന്നെ തീരും. സർവ ഐശ്വര്യ പരിപൂർണനായ ഭഗവാൻ ശ്രീ മുകുന്ദൻ ശ്രീകൃഷ്ണമൂർത്തി തന്റെ അവതാര വിഗ്രഹത്തെ ഈ ഭൂമിയിൽ നിന്ന് പിൻവലിച്ചിട്ട് സ്വസ്ഥാനത്തെ ഏതു ദിവസം പ്രാപിച്ചുവോ അന്നു മുതൽക്ക് മനുഷ്യർക്ക് ശ്രേയസ് ഉണ്ടാക്കുന്ന സാധനങ്ങളെ എല്ലാം നശിപ്പിക്കുന്ന കലി ഈ ലോകത്തിൽ പ്രവേശിച്ചു. പരീക്ഷിത് രാജാവ് ദിഗ്വിജയത്തിനായി സഞ്ചരിക്കുന്ന സമയം കലിയുടെ സ്വരൂപത്തെ കണ്ട് മനസ്സിലാക്കി സംഹരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ കലി ദീനനായി ദുഃഖിതനായി രാജാവിനെ ശരണം പ്രാപിച്ചു. ശരണാഗതനെ സംഹരിക്കുന്നത് ധർമ്മമല്ലല്ലോ. പുഷ്പങ്ങളിൽ നിന്ന് സാരം മാത്രം സ്വീകരിക്കുന്ന വണ്ടിനെ പോലെ കലിയുടെ ദോഷങ്ങളെ വിട്ടുകളഞ്ഞ് സാരാംശത്തെ മാത്രം കണ്ട് രാജാവ് കലിയെ കൊല്ലാതെ വിട്ടു. സംഹരിക്കാതെ വിടുവാൻ തക്ക വിധം കലിയിൽ കണ്ടതായ ഗുണാംശത്തെ കാണിക്കുന്നു. തപസ്, യോഗം, സമാധി എന്നിവ കൊണ്ട് ലഭിക്കാത്തതായ പരമഫലം കലിയിൽ ശ്രീഹരി നാമസങ്കീർത്തനം കൊണ്ട് ജനങ്ങൾക്ക് ലഭിക്കും. തപസ് മുതലായവ സാധിക്കാൻ അതിശ്ലേഷം അനുഭവിക്കണം. നാമസങ്കീർത്തനം എളുപ്പമാണ്. കലിയിൽ കേശവ കീർത്തനം കൊണ്ട് തന്നെ ഉത്കൃഷ്ട ഫലം ലഭിക്കുമെന്നതിനാലാണ് രാജാവ് കലിയെ വെറുതെ വിട്ടത്. തപസ് ഏറെ ശ്ലേഷമുള്ളതാണ്. കർമ്മമാർഗവും ധ്യാനമാർഗവും പൂർത്തീകരിക്കാൻ വിഷമമാണ്. കലികാലത്ത് ഈ മൂന്നിനും തടസ്സമുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ശ്രേയോ മാർഗത്തിലേക്ക് എത്താനുള്ള എളുപ്പമാർഗം നാമജപം മാത്രമാണ് എന്ന് മനസ്സിലാക്കിയ രാജാവ് കലിയെ കൊല്ലാതെ വിട്ടു. കഠിനമായ സാധനകളിലൂടെ അല്ലാതെ നാമജപത്തിലൂടെ പരമഫലത്തെ പ്രദാനം ചെയ്യുന്ന ഗുണം കലിക്കുള്ളത് കൊണ്ട് സാരമായ മറ്റു വസ്തുക്കളൊന്നും കലിക്ക് താല്പര്യമില്ല. സാരനീരജനാണ് കലിയെങ്കിലും നാമജപത്തിന് തടസ്സമില്ലാത്തതിനാൽ കലിയിൽ ജനിക്കുന്നവരുടെ സുഖത്തിനായിട്ട് തന്നെയാണ് കലിയെ ഇവിടെ നിലനിർത്തിയത്. ദുഷ്കർമ്മങ്ങളുടെ ആചരണം കൊണ്ട് സാരം എല്ലായിടത്തു നിന്നും ഇപ്പോൾ നഷ്ടപ്പെട്ടു. പദാർത്ഥങ്ങൾ ഭൂമിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് അരിയില്ലാത്ത ഉമി പോലെയാണ്. പണ്ഡിതന്മാരായ ആചാര്യന്മാർ ഭഗവാനെ സംബന്ധിച്ച കഥകൾ കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പോലും കേൾപ്പിച്ച് ധനം സമ്പാദിക്കുന്നു. അതുകൊണ്ട് കേൾക്കുന്നവർക്കും കേൾപ്പിക്കുന്നവർക്കും ഭഗവത് കഥാശ്രവണ ഫലം കിട്ടുന്നില്ല. അപ്പോൾ കഥാസാരം നഷ്ടപ്പെട്ടു പോകുന്നു. ഇത് കലിയുഗത്തിൽ സംഭവിക്കുന്നതാണ് എന്ന് വ്യാസഭഗവാൻ പറയുന്നു. രൗരാവ് എന്ന നരകത്തിൽ നിന്ന് വന്നവരും അത്യുഗ്രമായ പാപകർമ്മങ്ങൾ ചെയ്യുന്ന നാസ്തികരും തീർത്ഥസ്ഥാനങ്ങളിൽ താമസമാക്കി അതുകൊണ്ട് തീർത്ഥസാരം തീർത്ഥസ്നാനം കൊണ്ട് ലഭിക്കേണ്ടതായ പുണ്യം ആത്മസുഖം കിട്ടാതായി. കാമം, ക്രോധം, അത്യാധികമായ ലോഭം, അത്യാഗ്രഹം ഇവ കൊണ്ട് മനഃശുദ്ധി ഇല്ലാതെ വ്യാകുല മനസ്സോടുകൂടിയവരും തപസ് ചെയ്യുന്നു. അതുകൊണ്ട് തപസ്സിന്റെ സാരവും പോയി. യോഗ്യതയില്ലാത്തവൻ തപസ് ചെയ്യുന്നത് കൊണ്ട് തപശക്തിയും ഇല്ലാതായി. മനോനിയന്ത്രണം സാധിക്കാത്തത് കൊണ്ടും ലോഭം, അഹങ്കാരം മുതലായ ദോഷങ്ങളാലും നിരീശ്വരവാദികളെയും മതവിദ്വേഷികളെയും ആശ്രയിക്കുന്നത് കൊണ്ടും ധ്യാനയോഗത്തിന്റെ ഫലം പോയി. പണ്ഡിതന്മാരാകട്ടെ എപ്പോഴും പോത്തുകളെ പോലെ കാലം നോക്കാതെ പത്നിമാരുമായി രമിച്ചുകൊണ്ടിരിക്കുന്നു. പുത്രോത്പാദനത്തിന് സമർത്ഥരാണവർ. പക്ഷെ മോക്ഷം നേടുവാനുള്ള സാധനകളിൽ കഴിവില്ലാത്തവരാണവർ. പരമ്പരാഗത സമ്പ്രദായം അനുസരിച്ച് വിഷ്ണുവിന്റെ ധർമ്മത്തെ ആചരിക്കുന്ന രീതി ഒരിടത്തുമില്ല. എല്ലായിടത്തും വസ്തുസാരം. ഇങ്ങനെ പ്രളയം പ്രാപിച്ചു നശിച്ചു. ഇതാണ് യുഗധർമ്മം. കലിയുഗത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും. ഇത് ആരുടെയും കുറ്റമല്ല. അതിനാൽ തന്നെ നാമം ജപിച്ച് ഭഗവാനെ കൂടെ നിർത്തണം. ഭഗവാൻ എല്ലാം സഹിച്ച് അടുത്തിരുന്നു കൊണ്ട് കലിയുടെ അധർമ്മം ബാധിക്കാതെ രക്ഷിക്കുന്നു. നാരദന്റെ ഈ വാക്ക് കേട്ട് ഭക്തി വീണ്ടും പറഞ്ഞ കാര്യങ്ങളെ സൂതൻ ശൗനകനോട് പറഞ്ഞുകൊണ്ട് കഥ തുടരുന്നു. ഭക്തി പറഞ്ഞു, ഹേ നാരദമുനെ, അങ്ങ് ധന്യനാണ്. എന്റെ ഭാഗ്യം കൊണ്ട് അങ്ങ് ഇവിടെ വന്നു ചേർന്നതാണ്. സജ്ജന ദർശനം ലോകത്തിൽ എല്ലാ സിദ്ധിയും ഉണ്ടാക്കുന്നതാണ്. സജ്ജനങ്ങളെ കണ്ടുമുട്ടാൻ പുണ്യം വേണം.
കയാധുവിന്റെ പുത്രനായ പ്രഹ്ലാദൻ യാതൊരു നിന്തിരുവടിയുടെ നാരായണ നാമത്തെ മാത്രം മനസ്സിൽ ചിന്തിച്ച് ഉച്ചരിച്ച് വിചാരണ ചെയ്തുറപ്പിച്ച് ഈ ലോകത്തിൽ മായയെ ജയിച്ചതും ശ്രീനാരായണന്റെ കൃപ കൊണ്ട് ഉത്താനപാദപുത്രനായ ധ്രുവൻ വൈകുണ്ഠസാരമായ ധ്രുവപദത്തെ പ്രാപിച്ചതും ആയ കഥകൾ ഓർത്തുകൊണ്ട് ഭക്തി അവർ രണ്ടുപേർക്കും ഭഗവൻ മഹാത്മ്യം ഉപദേശിച്ച് നാരദരെ നന്ദിപൂർവം നമസ്കരിക്കുകയാണ്. ഭക്തി നാരദ സമാഗമം എന്ന അധ്യായം സമാപിക്കുന്നു. എനിക്കിങ്ങനെ ഒരു പ്രഭാഷണം അവതരിപ്പിക്കാൻ അവസരം ഒരുക്കി തന്ന പരമേശ്വരൻ സാറിനും വിശ്വനാഥൻ സാറിനും പിന്നെ മധുച്ചേട്ടനും സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുനാഥന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ശ്രീരാമസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും പാദങ്ങളിൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. നന്ദി. കല്യാണിക്കുട്ടി ദേവിക നന്നായിട്ട് അവതരിപ്പിച്ചു കേട്ടോ. നമുക്ക് ഇത് കഴിയുമ്പോ ചേട്ടനെ കൊണ്ടൊക്കെ എന്നാ അഭിപ്രായം ചോദിക്കാം. കല്യാണിക്കുട്ടി അവിടെ തുടങ്ങിക്കോളൂ. പിന്നെ ആദൗ ദേവകീ ദേവി ഗർഭജനനം ഗോപിഗൃഹേ വർത്തനം മായാപൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദ്ധാരണം കംസചേതന കൗരവാദിഹനനം കുന്തിസുതാപാലനം ഹേതദ്ഭാഗവതം പുരാണകഥിതം ശ്രീകൃഷ്ണലീലാമൃതം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഗുരുനാഥൻ ചുണ ചെയ്ക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഇന്നലെയോളമെന്തെന്നറിഞ്ഞില്ല ഇന്നി നാളെയുമെന്തെന്നറിഞ്ഞില്ല ഇന്നീ കണ്ട താടിക്കു വിനാശവു നിന്ന നേരമെന്നേതും അറിഞ്ഞില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പൂ കേറ്റുന്നതും ഭവാൻ. എളുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നീതു കേൾപ്പിന്നെല്ലാവരും. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ. 3 കൊണ്ട് ചാമച്ചൊരു വിശ്വത്തിൽ 3ആയിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും. നരി ചത്തു നരനായി പിറക്കുന്നു, നരി ചത്തുടനോരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു. ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു. ഈശ്വരന്റെ വിലാസങ്ങളിങ്ങനെ കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമി ഇന്നത്രേ നേടുന്നു കർമ്മങ്ങൾ. കർമ്മങ്ങൾക്കു വില നീലമാക്കിയ ജന്മദേശാഭിഭൂമി അറിഞ്ഞാലും കർമ്മനാശം വരുത്തണമെങ്കിലും ചെമ്മേ മറ്റെങ്ങും സാധ്യ നിർണയം. ഭക്തന്മാർക്കും മുമുക്ഷു ജനങ്ങൾക്കും
ഭക്തരായ വിഷയി ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും. വിശ്വമാതാവു ഭൂമി ശിവ ശിവ, യുഗം നാലിലും നല്ലു കലിയുഗം. സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റേതുമില്ല യത്നമറിഞ്ഞാലും. അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാക മനസ്സിനൊരു കാലം. ചത്തുപോം നേരം വസ്ത്രമതുപോലു ഒത്തിടാ കൊണ്ടുപോവാനൊരു തർക്കും. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും, മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനു ഞാൻ വ്യത. ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ. സിദ്ധകാലം കഴിവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേവരും. ഏതു ദിക്കിലിരിക്കിലും തന്നൂടെ നാവു കൊണ്ടിതു ചൊല്ലിയെന്നെങ്കിലും, അതുമെല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നെങ്കിലും, ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ. ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ, ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. ഇപ്പോഴാണ് കല്യാണിക്കുട്ടി ഒന്ന് ചിരിച്ചത് അല്ലേ? കല്യാണിക്കുട്ടി ആദ്യം ഭയങ്കര ഒരു വിഷമായത് കല്യാണിക്കുട്ടിക്ക്. സാറേ എനിക്ക് പറ്റില്ല സാറേ, വിഷമാണ് സാറേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ രണ്ടുപേരും ചൊല്ലിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു കുഴപ്പമില്ല, കല്യാണിക്കുട്ടിക്ക് പറ്റുന്ന എനിക്ക് ഉറപ്പായി. അപ്പൊ പറഞ്ഞപ്പോ കുറേശ്ശെ ആയിട്ട് കല്യാണിക്കുട്ടി പഠിച്ചു. എത്രയല്ല പഠിക്കുന്ന കുഞ്ഞ്? 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എത്ര നന്നായിട്ടാ, നല്ല വൃത്തിയായിട്ട് ചൊല്ലി കേട്ടോ. സൂപ്പറായി. അടുത്ത പ്രാവശ്യം നമുക്ക് പ്രഭാഷണമൊക്കെ നടത്തണേ കേട്ടോ. ഓക്കെ, നന്നായിട്ടോ മോൾകുട്ടി. ശരി നോച്ചേട്ടാ. സാറാം സായിരാം. എനിക്ക് ഒരു രഹസ്യം മനസ്സിലായി. ഈ ദേവിക തൊടുന്നതെല്ലാം പൊന്നാക്കുന്നതിന്റെ രഹസ്യം ഭാഗവതത്തിന്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം. ആ നാമസങ്കീർത്തനത്തെ കുറിച്ചാണ് ദേവിക ഞങ്ങളെ പഠിപ്പിച്ചു തന്നത്. അതിൻ്റെ മഹത്വം തിരിച്ചറിയാവുന്നവർക്ക് അറിയാം, അല്ലാത്തവര് മൂഢലോകത്തിൽ വസിക്കുന്നവരായിരിക്കും. വളരെ എളുപ്പമുള്ള കാര്യമാണ്, ഒരു പ്രയാസവുമില്ല. കലികാലത്ത് ജനിക്കാനായിട്ട് എത്രയോ മഹാന്മാര് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നറിയാം. എന്താ വെച്ചാൽ മോക്ഷത്തിന് അർഹത നേടാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് നാമം ചോദിച്ചാൽ മതി. യാഗവും നടത്തണ്ട, ഹോമവും നടത്തണ്ട, മറ്റു യാതൊന്നും നടത്തണ്ട. ഇഷ്ടമായിട്ടുള്ള താന്ത്രിക വിദ്യകളൊന്നും വേണ്ട. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എപ്പോഴും ജപിക്കാം, ആർക്കും ജപിക്കാം, എവിടെ വെച്ചും ജപിക്കാം. എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ആ കൃപാസിന്ധു നമുക്ക് നൽകിയത്. എന്നിട്ട് ആരും അതിനെ മാത്രം അനുസരിക്കുന്നില്ല. അതിൻ്റെ ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ അനുഭവിച്ച് അവസാനം വരുമ്പോഴാണ് ജ്യോത്സ്യൻ്റെ അടുത്ത് പോണത്. ഒരു സമാധാനമില്ല, കുടുംബത്തിൽ ഇങ്ങനെയൊക്കെയാണോ ദുരിതങ്ങളൊക്കെ വന്ന് ചേരുന്നത്? അപ്പൊ അദ്ദേഹം പറയും, ക്ഷേത്രത്തിൽ പോകണില്ലേ, ഒരുപാട് കഴിക്കുന്നില്ലേ, കുടുംബക്ഷേത്രം എവിടെയാണ് എന്ന് കുറെ ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ അതനുസരിച്ചാണ് പിന്നെ ഓരോ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്.
ഒരു ജ്യോത്സ്യന്റെ അടുത്തും പോകേണ്ട കാര്യമില്ല. ഈ നാമസങ്കീർത്തനം മാത്രം മതി, അല്ലാതെ മറ്റ് യാതൊന്നും വേണ്ട. അത് പരമേശ്വരനെ എപ്പോ തോന്നിയതിങ്ങനെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കലികാലം അതിന്റെ വിളയാട്ടങ്ങൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ വരെ ആത്മഹത്യ ചെയ്യുന്ന കാലം ഒന്ന് ആലോചിച്ചു നോക്കി. മഹത്തായ സ്ത്രീജന്മം കിട്ടിയിട്ട് അവരെ പോലും അവഹേളിക്കാനായിട്ട് ഇതിൽ പരം ഒരു കാലം വന്നിട്ടില്ല. ശരിയല്ലേ? എവിടെയോ വായിച്ചിട്ടുണ്ട്, എത്ര നാര്യസ്ഥ പൂജ്യന്റെ മനുസ്മൃതിയിലാണ് തോന്നുന്നു. എവിടെ സ്ത്രീകൾ പൂജിച്ചിട്ടുണ്ടെങ്കിൽ സർവൈശ്വര്യങ്ങളോടെ കിട്ടുമോ? ഇതിനൊക്കെ എളുപ്പമുള്ള മാർഗമാണ് ആചാര്യൻ പറഞ്ഞു തന്നത്. നാമസങ്കീർത്തനം യസ്യ സർവപാപമോചനം. എന്റെ പരമ സാറ് ഇത് കുഞ്ഞുങ്ങളോട് തന്നെ പറഞ്ഞു കൊടുത്ത് ഭഗവാൻ സത്യസായി ബാബ പറഞ്ഞ കാര്യമാണ് ഓർക്കുന്നത്. അടിവരയിട്ട് എന്താ കുട്ടികൾ ഒരു എന്താ പറയുക സാറേ, ബാലവികാസമുള്ള ലോകവികാസ് എത്ര ആപ്റ്റാണ് പരമേശ്വരന് സാറിന് ഈ കുഞ്ഞുങ്ങളോട്. മധുചേട്ടന്റെ മുദ്രാവാക്യം സ്വാമിയുടെ ഇന്ന് എടുത്ത് മധുചേട്ടൻ സ്വാമിയാർമഠത്തില് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യ. എന്റെ പരമേശ്വരൻ സാറ് കാലം അതുപോലെ ആയിപ്പോയില്ലേ, പറയാവുന്നിടത്തെല്ലാം പറയുക ചെയ്യുന്നത്. സത്യം പറയുകയാണെങ്കിൽ അതിന് പരമേശ്വരനെ ഇതിങ്ങനെ തോന്നിച്ചത് ഭഗവാന്റെ നിയോഗം മാത്രമാണ്. അല്ല, അതിന് യാതൊരു സംശയമില്ല. 69 കുട്ടികളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. അവരും രക്ഷപ്പെടും, അവരുടെ രക്ഷിതാക്കളും രക്ഷപ്പെടും, ആ കുലവും നിലനിൽക്കും. അത് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ തിരിച്ചറിയത്തുള്ളൂ. അതുപോലെ തന്നെ ഈ 1-ാം അധ്യായം അവസാനിപ്പിച്ചു. അതിന്റെ സാരാംശമാണ് ജ്ഞാനപ്പാനെ കൂടെ നമ്മുടെ കല്യാണിക്കുട്ടി വായിച്ച് കേൾപ്പിച്ച് പഠിപ്പിച്ചു തന്നത്. ഇതെല്ലാം പരസ്പര വിവരങ്ങളാണ്. ഞാൻ ഓർത്തുപോഴാണ്, എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഇത് സാധിച്ചില്ലല്ലോ. സാധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ അലഞ്ഞു തിരിയേണ്ടി വരുമായിരുന്നോ? ഇല്ല. അതുകൊണ്ട് ഭഗവാനോട് അങ്ങേയറ്റം നന്ദിയാണുള്ളത്. ശ്രേഷ്ഠമായ ഒരു മനുഷ്യജന്മം തന്നിട്ട് ഭഗവാനെ കീർത്തിക്കുന്നില്ലെങ്കിൽ, ഭഗവാന്റെ കഥകൾ പറയുന്നില്ലെങ്കിൽ, ഭഗവാന്റെ കഥകൾ വായിക്കുന്നില്ലെങ്കിൽ, ഭഗവാന്റെ കഥകൾ പ്രചരിപ്പിക്കുന്നില്ലെങ്കിൽ ഇതിൽപ്പൊരു നന്ദിയുടെ കാണിക്കാനുണ്ടോ ഭഗവാനോട്? അതുകൊണ്ട് എൻ്റെ പരമേശ്വരെ എന്തെല്ലാം ത്യാഗം സഹിച്ചാലും ശരി, പരമേശ്വർ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം അതിമഹത്തരമാണ്. അതിൽ പങ്കെടുക്കുന്ന കുട്ടികളെ ആ കുലം മുഴുവൻ സംരക്ഷിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രം. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. മോളെ ദേവിക, മോളെ ഞങ്ങളെ കുമാരനല്ലൂരാണ് കാണുന്നത്. എല്ലാ പ്രദോഷത്തിനും ഇരുന്ന് സാറ് പഠിപ്പിച്ച ലൈൻ പ്രോബ്ലം
മുദ്ര ശിഷ്യുണ്ടോ? അങ്ങനെ ഭംഗിയായിട്ട് നെറ്റ് ചൊല്ലും. പ്രോബ്ലം ആണ് അവിടെ സരോജം. അതിപ്പരം ആ കുമാരയുടെയും ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. ഇപ്പൊ കേൾക്കാം. എന്തായാലും മോക്ക് നല്ലത് വരട്ടെ, ഇപ്പൊ എല്ലാം കേൾക്കണം. നന്നായി ഇനിയും മേൽക്കുമേൽ ചൊല്ലാൻ സാധിക്കട്ടെ. കുമാരല്ലൂരമ്മയുടെ തിരുമുമ്പിൽ ഇരുന്ന എല്ലാ പ്രദോഷത്തിനും ജപിക്കുന്നതിന്റെ ഗുണമാണ് ഇപ്പോ ഈ ഭാഗവതവും കയ്യിൽ കിട്ടിയത്. അതിന് സാറിനെ ഗുരുവായി കിട്ടുക എന്ന് പറയുന്നത് നമ്മളെ പൂർവ്വജന്മത്ത് ചെയ്ത പുണ്യത്തിന്റെ ഫലം, മാതാപിതാക്കന്മാര് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നതിന്റെ ഫലമാണ് ഈ ഭാഗവതമൊക്കെ കയ്യിലെടുക്കാൻ പറ്റുന്നത് തന്നെ. അതും ഈ ചെറിയ പ്രായത്തില്. എല്ലാരും ഒരു വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് കയ്യിലെടുത്ത് ഇങ്ങനെ തുഴയും ഞങ്ങള്. അപ്പോ മോളിപ്പോ വളരെ നല്ല എന്തെളുപ്പത്തിലാണ് വായിച്ചത്. ഇങ്ങനെ മുഴുവൻ ശ്ലോകങ്ങളും പഠിക്കാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. അതുപോലെ 3ാം ക്ലാസ്സിലാണെന്നൊന്നും പറയില്ല, മോൾ എത്ര ഭംഗിയായിട്ടാണ് ജ്ഞാനപ്പാനെ അവതരിപ്പിച്ചത്. ദേവിക ഭാഗവതത്തിലൂടെ പറഞ്ഞത് മധുചേട്ടൻ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു അർത്ഥമാണ് ജ്ഞാനപ്പാനെയും. എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാത്തിൻ്റെയും ഉദ്ദേശം ഒന്നേ ഉള്ളൂ, നല്ല ചിത്തം, നമ്മുടെ ചിത്തം മനസ്സ് ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് ഭഗവത് നാമം ജപിക്കുക, മനസ്സ് ശുദ്ധമാക്കുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, ലോകത്തിന് ഉപകാരമായി മാറുക. നമ്മുടെ ഈ ജന്മം ഭഗവാനെ തന്നെ ധ്യാനിക്കുക. എല്ലാം ഒന്ന് തന്നെയാണ്. ഇവിടെ തിരിഞ്ഞു നോക്കിയാലും ഇതൊക്കെ തന്നെ. നമ്മളെയൊക്കെ സൃഷ്ടിച്ച ഭഗവാനെ തിരിച്ചറിയുക. അതുമൂലം ആ പരമേശ്വര സാറിന് എത്രയാ നന്ദി പറയേണ്ടതെന്ന്, നിങ്ങളൊക്കെ എത്ര കടപ്പെട്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാറിന്റെ പാദത്ത് എല്ലാവരും നമസ്കരിക്കുക. ഇങ്ങനെ ഒരു ചുറ്റുപാടുണ്ടാക്കി തന്ന സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാരെയും നമസ്കരിക്കുക. എന്തായാലും പുണ്യം ഞങ്ങളും കേൾക്കുന്ന ഞങ്ങൾക്കും കിട്ടി ആ പുണ്യം. ഹരേ കൃഷ്ണ. മുഴുവൻ ഞങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുകയാണ് സാറേ. ഹരേ കൃഷ്ണ. രണ്ടുപേരുടെയും വളരെ നന്നായിരുന്നു. ഇപ്പൊ മധുദാസനും പറഞ്ഞു, അതപ്പോ രാജാമാമിയും പറഞ്ഞു. എല്ലാവരോടും അത് തന്നെയാണ് പറയാനുള്ളത്. കൂടുതൽ ഒന്നും പറയാനില്ല. വളരെ നന്നായിരുന്നു. രണ്ടുപേരും, ദേവികുട്ടിയും അതെ കല്യാണിക്കുട്ടിയും അതെ, രണ്ടുപേരും നല്ലപോലെ പ്രസന്റ് ചെയ്തു. വളരെ നന്നായിരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സായറാം കുഞ്ഞുങ്ങളെ, രണ്ട് മക്കളും നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. എന്ന് നിലനിർത്തുക കേട്ടോ. ഗുരുവിന്റെ പേരും പെരുമയും എല്ലായ്പ്പോഴും നിലനിൽക്കട്ടെ. അത് നിങ്ങളിലൂടെ വേണം അത് എല്ലായ്പ്പോഴും എല്ലാവരിലും എത്താൻ. അതിന് ഈശ്വരൻ നിങ്ങളെ രണ്ടുപേരെ അനുഗ്രഹിക്കട്ടെ കേട്ടോ. എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സായിറാം. എന്തായാലും മഠത്തിന്റെ ആ ചൈതന്യത്തിന്റെ ഫലമാണ് നമ്മുടെ കുട്ടികൾ ഇത്രയും നന്നായിട്ട് ഇതൊക്കെ അവതരിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നു. അല്ലാതെ ഞങ്ങൾ പഠിപ്പിക്കുന്നവരുടെ വിശേഷമൊന്നും അല്ലത്. ആ മഠത്തിൽ കാലുകുത്തിയാൽ ആ നിമിഷം ആ കുഞ്ഞ് പരിവർത്തനത്തിന് വിധേയമാവും. ഒരു സംശയമില്ലാത്ത കാര്യം. അവര് ശ്രീരുദ്രം എന്ന മഹാമന്ത്രം അവർ പഠിച്ചു. രഘുവീരഗദ്യം എന്ന എന്താ പറയാ, അത്രയും ബുദ്ധിമുട്ടാണ് അത് ചൊല്ലാൻ. അതുവരെ വളരെ എളുപ്പത്തില് അവർ കഴിഞ്ഞ രാമായണ മാസത്തിൽ അവതരിപ്പിച്ചു. പിത ഭാഗവത മാഹാത്മ്യം അവർക്ക് ലഭിച്ചിരിക്കുന്നു. ഇതൊന്നും നമ്മൾ നേരത്തെ കുട്ടിയെ ആലോചിച്ചിട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളോ ചെയ്യുന്ന കാര്യങ്ങളോ അല്ല. ഇത് ഭഗവാൻ അതാത് സമയത്ത് ഓരോന്ന് തോന്നിപ്പിക്കുന്നു. ആ കുഞ്ഞുങ്ങളുടെ പൂർവജന്മ സുഹൃതം, അവരുടെ ഉള്ളിലുള്ള ആ മഹാഭാഗ്യം, ആത്മീയതയിലേക്കുള്ള അവരുടെ വരവ്, ഇതിനൊക്കെ കാരണം ആ സ്വാമിയാർ മഠത്തിന്റെ മണ്ണും ആ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന വലിയ വലിയ സന്യാസിവന്യന്മാരുടെ അവരുടെ വാണികൾ ആ അന്തരീക്ഷത്തിലുണ്ട്. അതാണ് ഈ കുഞ്ഞുങ്ങളെ ഇതിനത്രയൊക്കെ ആക്കുന്നത്. അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുള്ളതേ ഉള്ളൂ. ബാക്കിയൊക്കെ അവരുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ഒരു ഗൈഡൻസ് അത്ര മാത്രമേ നമ്മളിലുള്ളൂ. അതിന് നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇതിന്റെ എല്ലാ ക്രെഡിറ്റും കുഞ്ഞുങ്ങൾക്കും അവരുടെ പാരൻസിനും. കുട്ടികളെ ഇരുത്തുക,
എല്ലാ ദിവസവും ഇത് പഠിക്കാനായിട്ടൊക്കെ ഇരുത്തുക. എത്ര നാളായി അവർ ഇതിനു വേണ്ടി ഉത്സാഹിച്ചു തുടങ്ങിയിട്ട്. ഇതിനിടയ്ക്ക് അവർക്ക് 100 തിരക്കുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പോഴത്തെ പഠിത്തറിയാലോ, എല്ലാവർക്കും ട്യൂഷനും തിരക്കുള്ളൂ. ആ സമയത്തും കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും കൂടെ ഇരുന്ന് മൊബൈൽ തനിയെ കൊടുക്കാൻ മേലാരുടെ കയ്യിൽ, ഇപ്പോഴത്തെ കാലമല്ലേ. അപ്പോൾ അച്ഛനും അമ്മയോ ആരെങ്കിലും ഫ്രീ ആവണം, അല്ലെങ്കിൽ ചേട്ടന്മാരോ ശരിയാവണം. എന്നിട്ട് കുട്ടികളെ ഇരുത്തി 10-15 മിനിറ്റ് ഇരുത്തി ഇത് ശരിയാക്കുന്ന അത്. അപ്പൊ ഇത് എൻ്റെ ഒരു ജോലിയൊന്നും അല്ലത്. ഇത് ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കൾ തന്നെയാണ്, കുട്ടികളുടെ മാതാപിതാക്കൾ തന്നെയാണ് ഇതിന്റെ ഏറ്റവും ക്രെഡിറ്റ്. കുഞ്ഞുങ്ങൾ അവരെ അനുസരിക്കുന്ന കുട്ടികളായി മാറിയത് സ്വാമിയാർമഠത്തിന്റെ മണ്ണിന്റെ പ്രത്യേകത. എല്ലാം കൊണ്ടും നമുക്ക് ഇതേ കാര്യങ്ങൾ തുടരട്ടെ. കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക, കൂടുതൽ കുഞ്ഞുങ്ങളിലേക്ക് ഇത് എത്തിക്കുക, കൂടുതൽ പാരൻസിലേക്ക് ഇത് എത്തിക്കുക. എല്ലാവർക്കും ഈ സൗഭാഗ്യം കിട്ടാനുള്ളൊരു അവസരം ഉണ്ടാക്കുക. നാളത്തെ പ്രോഗ്രാം നമുക്ക് നോക്കാം. നാളെ 2-ാം അധ്യായം തുടങ്ങുകയാണ്. ആദ്യം 1 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്യുന്നത്. അതിന്റെ ചെറിയൊരു സാരവും കുഞ്ഞുങ്ങൾ പറയും. നാളെ അഭിന എന്ന കുഞ്ഞാണ് ശ്ലോകം വായിക്കുന്നതും എന്റെ സാരം പറയുന്നു. പിന്നെ ക്ഷേത്ര സ്മിത ബിജു ആണ് നാളെ ജ്ഞാനപ്പാനയും ഏകശ്ലോക ഭാഗവതവും ചൊല്ലുന്നത്. 2 കുട്ടികളും നമ്മുടെ മഠത്തിലെ എല്ലാ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും നാളെ കുഞ്ഞുങ്ങളെ അഭിനന്ദിക്കുവാനായിട്ട്, അവരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ഇതേപോലെ ഇന്നത്തെ പോലെ എല്ലാവരും എത്തിച്ചേരുക. എല്ലാവരുടെ പാദങ്ങളിലും എൻ്റെ വിനീതമായ നമസ്കാരം. ഇതിൽ ഈ ഗുരു എന്ന് പറഞ്ഞ് ഒരുപാട് ദയവ് ചെയ്ത് ഗുരുവിനെ പറയരുത്. ഗുരു അവിടെ ഇരുന്നോട്ടെ, ഗുരു സമാധാനമായിട്ട് ഇരിക്കട്ടെ. ഗുരുവിനെ വെറുതെ വിട്ടേക്കുക. കുഞ്ഞുങ്ങളാണ് ഇതിന്റെ സർവസ്വം. എല്ലാ കുഞ്ഞുങ്ങളുടെ പാദങ്ങളിലും നമസ്കാരം, മാതാപിതാക്കളുടെ പാദങ്ങളിൽ നമസ്കാരം, ശ്രോതാക്കളുടെ പാദങ്ങളിൽ നമസ്കാരം. നമുക്ക് നാളെ വീണ്ടും കാണാം. എല്ലാവർക്കും സായിറാം. നാളെ ഭഗവാന്റെ ബർത്ത്ഡേ ആണ്. നമ്മൾ ഈ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ ഭഗവാനിലൂടെ വന്നതാണ്. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ മാറ്റിവെക്കണം എന്ന് എന്നെ ഉപദേശിച്ചത് ഭഗവാനാണ്. ആ ഭഗവാന്റെ ബർത്ത്ഡേ ആണ്, 100ാമത്തെ ബർത്ത്ഡേ ആണ് നാളെ. വൈകുന്നേരം ഇതുപോലെ ഞാൻ വരും. നാളെ വെളുപ്പിനെ തൊട്ട് നഗരസങ്കീർത്തനം മുതൽ എല്ലാ പരിപാടികളിലും ഏറ്റുമാനൂർ സമിതിയിൽ ഞാൻ സജീവമായിട്ടുണ്ട്. ഇന്നും അവിടെ ആയിരുന്നു. വൈകുന്നേരം ഓടി വന്നതാണ് കുട്ടികളുടെ പരിപാടിക്കായിട്ട്. നാളെ എല്ലാ കുഞ്ഞുങ്ങളും സ്വാമിയുടെ ആ ബർത്ത്ഡേ നിങ്ങൾ എങ്ങനെ ആഘോഷിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രീരുദ്രം ജപിക്കണം. ഒരു പ്രാവശ്യം ശ്രീരുദ്രം ജപിക്കുക. ചമകം വേണ്ട, നമകം മാത്രം ഒരു പ്രാവശ്യം ജപിക്കണം. എല്ലാവരും ഇതിനു വേണ്ടി പ്രത്യേകം അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രുതിയൊന്നും മാറാതെ നല്ലൊരു ടോണിൽ എല്ലാവരും ജപിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് നാളെ ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഭഗവാന്റെ ബർത്ത്ഡേയുടെ സന്തോഷം ആയിട്ട് ഐസ്ക്രീമും അവിടെ തരുന്നുണ്ട്. എല്ലാവരും അതൊക്കെ കഴിച്ച് ഹാപ്പി ആയിരിക്കണം. നാളെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൂമെന്റ്സ് ആയിരിക്കണം നാളത്തെ ദിവസം. സായിറാം. എല്ലാവർക്കും സായിറാം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാ കുഞ്ഞുങ്ങളിലേക്കും വരട്ടെ എന്ന് പ്രാർത്ഥിക്കും. സായിറാം.